So, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ലൈൻ ഇൻ്റഗ്രൽസ് ഡിഫൈൻ ചെയ്തു. ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ ഫോർമൽ ഡെഫിനേഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ നമ്മൾ നോർമലി റീമാൻ ഇൻ്റഗ്രലിനൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെ ആ ഡെഫിനേഷൻ നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കില്ല. പകരം വി ഹാവ് അനദർ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ. അങ്ങനെ ലൈൻ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് മറ്റു മാർഗങ്ങളുണ്ട്. ആൻഡ് ഇന്ന് നമുക്കതെന്താ നോക്കാം. Methods of evaluation. ഇവാലുവേഷൻ മെത്തേഡ് ഈ കർവിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് നമ്മൾ വളരെ രണ്ടായിട്ട് തിരിക്കാൻ വേണമെങ്കിൽ ഇതാണ്. രണ്ട് തരം ഇവാലുവേഷൻ രീതികളൊന്നുമല്ല, ഒരു തരത്തിൻ്റെ തന്നെ രണ്ട് വ്യത്യസ്ത മാനങ്ങളൊന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം കർവ് ഡിഫൈൻഡ് പാരാമെട്രിക്കലി നമുക്കൊരു കർവിനെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിലും എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് ടി ജി ഓഫ് ടി എന്നുള്ള ടോപ്പിൽ ഒരു ടി എന്ന പാരാമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാമല്ലോ. സോ അങ്ങനെ ഒരു പാരാമെട്രിക് ഫോമിൽ എക്സ്പ്രസ് ചെയ്ത കർവ് വെച്ചിട്ട് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നും അല്ല എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്ത കർവിൽ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതും സെപ്പറേറ്റ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പാരാമെട്രിക് കർവിൽ അല്ലെങ്കിൽ കർവ് ഡിഫൈൻഡ് പാരാമെട്രിക്കലി ആണെങ്കിൽ എങ്ങനെയാണ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. സോ method of evaluation when the curve is defined parametrically, right? So let's see be a smooth curve parameterized by x equal to f of t, y equal to say g of t, where t ranges between some a and b. സോ നോക്കൂ, നമ്മളൊരു കർവിൻ്റെ പുറത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ കർവിലുള്ള എല്ലാ പോയിൻറ്റ്സിനെയും നമ്മൾ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്നുള്ള ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള കർവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കർവിൻ്റെ പുറത്ത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താലും ആ ഫംഗ്ഷൻ്റെ അകത്തുള്ള എക്സും വൈ ഒക്കെ എന്തായിരിക്കും, സം എഫ് ഓഫ് ടി ജി ഓഫ് ടി ഫോർ സം ടി ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിനെയും വൈനെയും എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ എന്താ ചെയ്യുന്നത്, സിംപ്ലി റീപ്ലേസ് എക്സ് ആൻഡ് വൈ വിത്ത് റെസ്പെക്ട് ടു എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി റെസ്പെക്റ്റീവ്ലി. ഈ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കയറി വന്നു കഴിഞ്ഞാൽ, എക്സും വൈയും പോയിട്ട് പകരം എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കയറി വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, ഡി എക്സും ഡി വൈയും മാറും. എക്സ് ആണെങ്കിലല്ലേ ഡി എക്സിൻ്റെ ഒരു മീനിങ് ഉള്ളൂ, വൈ ഉണ്ടെങ്കിലല്ലേ ഡി വൈക്ക് ഒരു മീനിങ് ഉള്ളൂ. സോ സ്വാഭാവികമായിട്ടും എക്സും വൈയും എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും വെച്ച് റീപ്ലേസ് ചെയ്യുമ്പം ഡി എക്സും ഡി വൈയും അല്ലെങ്കിൽ ഡി എസ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആണെങ്കിൽ കാണുന്ന ഡി എസ് പറഞ്ഞല്ലോ, അതൊക്കെ മാറിയേക്കാം. അപ്പോൾ അതെങ്ങനെയാണ് മാറുന്നത്, ഡി എക്സിന് നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം, ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് എഫ് ഓഫ് ടി ആണെങ്കിൽ ഡി എക്സ് വിൽ ബി എഫ് ഡാഷ് ഓഫ് ടി dt and dy will be g dash of t dt and ds നെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ds ൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ds ൻ്റെ അല്ല ആർക്ക് ലെങ്ത് s ൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസിങ് ദാറ്റ് ds can be replaced with root of f dash of t whole squared plus g dash of t whole squared into dt. So dx can be replaced with f dash of t dt, dy with g dash of t dt, ds with root of f dash square plus g dash of t square plus dt, right? അങ്ങനെയാണെങ്കിൽ ഇതോടെ നോർത്തിരുന്നുള്ളൂ, this expression for ds is called the differential of arc length. ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത് ഇത് മറ്റു പല കേസുകളിലും ഉപയോഗിക്കുന്നുണ്ട്, പല സിറ്റുവേഷനിലും നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത് ഉപയോഗിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാറ്റങ്ങൾ വരുത്തിയിരുന്നൊന്ന് എഴുതി നോക്കാം. സപ്പോസ് വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് എ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ വിച്ച് ഈസ് ഡിഫൈൻഡ് ഓൺ എ റീജിയൻ കണ്ടെയ്നിങ് ദിസ് കർവ് സി. സോ ദിസ് ഇസ് ദ കർവ് സി. ഈ സിയുടെ പുറത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ, അല്ലെങ്കിൽ സിയുടെ പുറത്ത് എന്ന് പറയുന്നത് സി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റീജിയനകത്ത് ജി ഓഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി
g of x y dx can be calculated as integral from a to b. ഇനി നമ്മൾ ടിയിലേക്ക് ഇൻ്റഗ്രലിനെ മാറ്റുകയാണ്. എന്നിട്ട് നോർമൽ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് സ്ട്രാറ്റജി. സോ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി. ഈ എയും ബിയും വരുന്നത് ടിയുടെ ലിമിറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ദ വേരിയബിൾ ഈസ് നൗ ടി. സോ വി റൈറ്റ് ദ ലിമിറ്റ്സ് ഓഫ് ടി. സോ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി g of x has to be replaced with f of t and y has to be replaced with g of t, and we have dx here. So we'll be fixing an f dash of t into dt, right? So similarly, integral over c g of x y dy can be evaluated as integral over a to b g of f of t g of t, and the change happens here. It's g dash of t dt, since we have dy here, and dy is replaced with the g dash of t dt, right? What if we have to integrate with respect to the arc length parameter? So if we are integrating with arc length, integral over c g of xy ds equal to integral over a to b g of f of t g of t, and ds has to be replaced with the derivative or the arc length differential of arc length into dt, which is root of f dash of t squared plus g dash of t squared into dt. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പാരാമെട്രിക്കലി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കർവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കർവിൻ്റെ പുറത്ത് ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു കർവിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർവിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ. Curve defined by an explicit function. അപ്പോൾ എങ്ങനെ ഒരു എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് കർവ് ഡിഫൈൻ ചെയ്യാം? ഇറ്റ്സ് സം y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും കർവിനെ ഡിഫൈൻ ചെയ്യുന്ന. ഫോർ എക്സാമ്പിൾ, if c is a smooth curve defined by an explicit function y equal to f of x where ഇവിടെ നമ്മൾ എക്സിനെ പാരാമീറ്ററായി ചൂസ് ചെയ്യാം. where a less than or equal to x less than or equal to b, then നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ സ്വാഭാവികമായിട്ട് നേരത്തെ ചെയ്ത പോലെ വി മേ റീപ്ലേസ് എക്സിനെ അങ്ങനെ തന്നെ വെക്കാം. വൈനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് വിൽ ബി ലെഫ്റ്റ് ആസ് ഡി എക്സ് ഇറ്റ് സെൽഫ്, കാരണം എക്സിന് നമ്മൾ മാറ്റമൊന്നും വരുന്നില്ലല്ലോ. സോ ഡി എക്സ് വിൽ ബി ദ സെയിം. ആൻഡ് വൈ മാറുമ്പോൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആകുമ്പോൾ ഡി വൈ എന്തായി മാറും? എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആയി മാറും. അതുപോലെ ഡി എസ് എന്തായി മാറും? റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർഡ് ഡി എക്സ്. 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർഡ് ഡി എക്സ്. ഇത് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ആർക്ക് ലെങ്ത്തിൻ്റെ ഫോർമുലയാണ്. ഇവിടെ ശരിക്കും എക്സിൻ്റെ ഫംഗ്ഷൻ്റെ എന്തായിരുന്നു വരേണ്ടത്? ഡെറിവേറ്റീവ് ആയിരുന്നു. സിൻസ് എക്സ് ഈക്വൽ ടു എക്സ് ഇറ്റ് സെൽഫ്. അതങ്ങനെ പാരാമീറ്ററൈസ് ചെയ്ത് പെട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 തന്നെയാണ്. സോ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് this can be used to replace ds. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ട്രൈ ടു റൈറ്റ് ഡൗൺ integral over c g of xy dx will be integral from a to b is the limit of x. എക്സിനെയാണ് നമ്മളുടെ പാരാമീറ്ററായി ചൂസ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ വൈനെയും പാരാമീറ്ററായിട്ട് ചൂസ് ചെയ്യാം. ദർ ആർ ചോയ്സസ് ഗിവൺ സർട്ടൻ കണ്ടീഷൻസ്. ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈനെയും പാരാമീറ്ററായി ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. സോ തൽക്കാലത്തേക്ക് എക്സിനെ പാരാമീറ്ററായി ചൂസ് ചെയ്യാം. So integral over c g of xy dx equal to integral over a to b
g of x അതുപോലെ തന്നെ and y has to be replaced with f of x. y equal to f of x അല്ലേ ഇപ്പോൾ തന്നിട്ടുള്ളത്, f of x dx. ഓക്കെ, ഇനി ഇത് വിത്ത് റെസ്പെക്ട് ടു y ആണെങ്കിൽ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ ഓവർ സി g of x y dy is equal to integral from a to b g of x f of x into f dash of x dx. dy has to be replaced with f dash of x dx, right? Ini with respect to arcane parameter, integral over c g of xy ds will be integral from a to b g of x f of x into root of 1 plus f dash of x squared dx. അപ്പോൾ ഇതൊക്കെ ഈ എക്സിലുള്ള ഇൻ്റഗ്രൽസായി ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? എക്സാമ്പിൾസിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. സപ്പോസ് വി ഹാവ്, നമ്മൾ പീസ് വൈസ് സ്മൂത്ത് ആയിട്ടുള്ള കർവുകളെ കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. സപ്പോസ് വി ഹാവ് എ കർവ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നമ്മൾ പീസ് വൈസ് സ്മൂത്ത് ആയിട്ടുള്ള കർവുകളൊക്കെ ഡിഫൈൻ ചെയ്തത്. ഇപ്പോൾ ഇതൊരു ക്ലോസ്ഡ് കർവാണ്, എല്ലായ്പ്പോഴും ക്ലോസ്ഡ് ആവണമെന്നൊന്നുമില്ല. ദർ ക്യാൻ ബി കർവ്സ് ലൈക്ക് ദിസ്. ദിസ് ഇസ് എ പീസ്, ദിസ് ഈസ് അനദർ പീസ്, സപ്പോസ് ദിസ് ഇസ് അനദർ പീസ്. അപ്പം ഈ കേസ് കൺസിഡർ ചെയ്യുക. ഇവിടെ C1, C2, C3, C4 ആൻഡ് C5 ഞാൻ 5 പീസുകളാക്കി ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ് ഐ കോൾ ദ ഹോൾ കർവ് C. അപ്പോൾ നേരത്തെ ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ C എന്താ? C1 യൂണിയൻ, C2 യൂണിയൻ, C3 യൂണിയൻ, C4 യൂണിയൻ, C5. ഈ 5 പാർട്സിൻ്റെയും കൂടെ കളക്ഷൻ 1 ആഫ്റ്റർ 1 ആയിട്ട് വെച്ചിട്ടുള്ള കളക്ഷനെയാണ് നമ്മൾ C എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ C സം g of xy സേ dx അല്ലെങ്കിൽ ds, ഇത് ഏതിനും പറ്റും. സോ ds will be integral over c1 g of xy ds plus integral over c2 g of xy ds plus etc plus integral over c5 g of xy ds. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സ്മൂത്ത് പീസിലും ഇൻഡിവിജ്വലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് സം ചെയ്യുന്നു. സോ ദാറ്റ്സ് ദ സ്ട്രാറ്റജി. മറ്റൊരു കാര്യം, ഇൻ മെനി ആപ്ലിക്കേഷൻസ് ഈ ലൈൻ ഇൻറ്റഗ്രൽ ഒരു സമ്മായിട്ട് അപ്പിയർ ചെയ്തേക്കാം. ഫോർ എക്സാമ്പിൾ, ചില കേസുകളിലൊക്കെ നമ്മൾ വൈനെ പാരാമീറ്റർ ആക്കി എടുക്കും, ചില കേസിൽ എക്സിനെ പാരാമീറ്റർ ആക്കി എടുക്കും, ചിലപ്പോൾ dx വരും, dy വരും. സോ ചിലപ്പോഴൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനുകളിൽ ഇൻറ്റഗ്രൽ ഓവർ c സം p of xy dx പ്ലസ് ഇൻറ്റഗ്രൽ ഓവർ c q of xy dy എന്നുള്ള രൂപത്തിൽ സമ്മായിട്ട് എന്ത് ചെയ്യാം? ലൈൻ ഇൻറ്റഗ്രൽസ് അപ്പിയർ ചെയ്തേക്കാം. ഇങ്ങനെയുള്ള കേസിൽ ഇറ്റ്സ് എ കോമൺ പ്രാക്ടീസ് ടു റൈറ്റ് ദിസ് സം ആസ് വൺ ഇൻറ്റഗ്രൽ. ഓക്കെ, ഇങ്ങനൊരു കേസിൽ ഇത് നമ്മൾ ഒറ്റ സിംഗിൾ ഇൻറ്റഗ്രലാക്കി എക്സ്പ്രസ് ചെയ്യാറുണ്ട് ആസ് ഇൻറ്റഗ്രൽ ഓവർ c p of xy dx പ്ലസ് q of xy dy. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഈ q of xyക്കും p of xyക്കും ബ്രാക്കറ്റുകളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് അങ്ങനെയാണ് അതിൻ്റെ കൺവെൻഷൻ. ഓർ സിംപ്ലി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഓർ ദിസ് ഈക്വലൻ്റ്ലി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് integral over c p dx plus q dy, റൈറ്റ്. ഇത് നമ്മൾ കാണും, ഇനി വരുന്ന ചില തിയറങ്ങളൊക്കെ ഇത് ഇതുപോലെ കാണും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിൻ ചെയ്യാം. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലോസ്ഡ് കർവിൻ്റെ പുറത്താണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചിലപ്പോൾ ഇങ്ങനെയും കൂടെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇൻറ്റഗ്രൽ ഓവർ c ആൻഡ് ഇവിടെ ഒരു സർക്കിൾ ഇടും. ദിസ് മീൻസ് ദാറ്റ് the curve c is closed. So we are integrating on a closed curve p dx plus q dy. ഇതൊക്കെ നമ്മൾ ഇനി കാണും വരുന്ന ക്ലാസ്സുകളിൽ. നമ്മൾ ഈ ഫോമിലുള്ള ഇൻ്റഗ്രൽസിനൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് നോക്കാം. So let's solve a problem. Let's C denote the quarter circle. C be the quarter circle defined by, എന്താണ് ക്വാർട്ടർ സർക്കിൾ? ക്വാർട്ടർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ 4 ഭാഗം. ഇതിപ്പം ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ളൊരു ഭാഗമാണ്. ഡിഫൈൻഡ് ബൈ x ഈക്വൽ ടു 4 cos t, y ഈക്വൽ ടു 4 sin t, 0 less than or equal to t less than or equal to pi by 2.
Right. So we got the parameterization x equal to f of t, y equal to g of t എന്നുള്ള ഫോമിൽ ഇവിടെ എന്താണല്ലേ x equal to 4 cos t, y equal to 4 sin t. Right. Evaluate the following integrals. Evaluate the following integrals. So integral over c x y square dx, integral over c x y square dy, integral over c x y square ds. Okay, നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. ബാക്കി നിങ്ങൾ ചെയ്തു. സോ integral over c x y square dx നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ g of x y equal to x y square ആണ്, f of t equal to 4 cos t ആണ്, g of t equal to 4 sin t ആണ്. നമ്മൾ നേരത്തെ കണ്ട എ ബി സ്ഥാനത്തൊക്കെ ഇവിടെ ഉള്ള എന്താ, എക്ക് പകരം 0 ആണ്, ബിക്ക് പകരം π/2 ആണ്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡി എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു, ഡി എക്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് എഫ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇവിടെ എഫ് ഓഫ് ടി എന്താ, 4 cos t ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, എഫ് ഡാഷ് ഓഫ് ടി എന്താ, -4 sin t dt. റൈറ്റ്, കാരണം ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 4 cos t ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് -4 sin t dt. റൈറ്റ്, അങ്ങനെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇൻറ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ്. ഇവിടെ ജി ഓഫ് എക്സ് വൈക്ക് പകരം എക്സ് വൈ സ്ക്വയർ ആണുള്ളത്. ഈക്വൽ ടു ഇൻറ്റഗ്രൽ ദ ലിമിറ്റ്സ് ഓഫ് ടി 0 to π/2. ജി ഓഫ് എക്സ് വൈനെ നമ്മൾ എന്താ വെച്ചാൽ റീപ്ലേസ് ചെയ്ത് ജി ഓഫ് എഫ് ഓഫ് ടി ജി ഓഫ് ടി വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ എക്സിന് പകരം എഫ് ഓഫ് ടിയും വൈക്ക് പകരം ജി ഓഫ് ടിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദിസ് വിൽ ബി എക്സ് ഈക്വൽ ടു 4 cos t അല്ലേ, ഇവിടെ 4 cos t ഇൻറ്റു 4 sin t സ്ക്വയർഡ് എക്സ് വൈ സ്ക്വയർ ഇൻറ്റു -4 sin t dt. We replace dx with -4 sin t dt which we got from this expression. Okay, ഇനി ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാം. It's equal to, സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടുന്ന് ഒരു 4 സ്ക്വയർ കിട്ടും, ഇവിടുന്ന് ഒരു -4 കിട്ടും. സോ ദിസ് വിൽ ബി 4 into 4 square, 4 cube into -4 will be -4 cube. Sorry, 4 raised to 4. So -4 raised to 4 is -256. That constant can be taken out of integral. പിന്നെന്താ ബാക്കിയുള്ളത്, cos t ഉണ്ട്, sin square t ഉണ്ട്, ഇവിടെ sin t ഉണ്ടാവും. So it will be sin cube t sin square t into sin t will be sin cube t into cos t dt. ഇനി ഇതിനെങ്ങനെ സോൾവ് ചെയ്യും? ഇതിന് സോൾവ് ചെയ്യാൻ വി യൂസ് ദ ട്രിക്ക് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുട്ട് sin t equal to u. sin t ന് u എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ ഡി യു എന്തായിരിക്കും, cos t dt അല്ലേ, അങ്ങനെയല്ലേ കാണാം. രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ദിസ് വിൽ ബി cos t is equal to du by dt which implies du equal to cos t dt. ഇനി ഈ ലിമിറ്റ്സ് മാറുമോ എന്നുള്ളതും കൂടെ നോക്കണം. when t equal to 0 u equal to sin 0 which is 0. Right, when t equal to π/2 u equal to sin π/2 which is 1. So when t equal to 0 u equal to 0 and when t equal to π/2 u equal to 1 since u is sin t. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ എങ്ങനെയായി മാറിയപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ തുടങ്ങിയ ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു നൗ -256 വിച്ച് വാസ് ടേക്കൺ ഔട്ട് ഇൻറ്റു ലിമിറ്റ് ഇപ്പോൾ എങ്ങനെയായി മാറി, 0 to π/2 എന്നുള്ളത് 0 to 1 ആയി മാറി. ഇൻറ്റു സൈൻ ക്യൂബ് ടി കോസ് ടി ഡി ടി ഉണ്ടായിരുന്നത് നമ്മൾ സൈൻ ടിക്ക് എന്ത് കൊടുത്തു, യു കൊടുത്തു, അപ്പോൾ യു ക്യൂബ് വന്നു. പിന്നെ ഉണ്ടായിരുന്ന കോസ് ടി ഡി ടി ആയിരുന്നു. കോസ് ടി ഡി ടി എന്താണ്, ഡി യു ആണ് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്.
സോ ഇൻ്റഗ്രൽ ഇപ്പോൾ ഇങ്ങനെ അയച്ചുരുങ്ങി. ഇത് നമുക്കിനി സുഖമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാലോ. സോ ഇറ്റ്സ് ഈക്വൽ ടു -256 ഇൻറ്റു യു ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എന്താ? u raised to 4/4 from the limits 0 to 1, right? So which is equal to -256 into upper limit first. So 1/4, 1 raised to 4 is 1 minus lower limit is 0. It's equal to -256/4, which is -64. Right. So the required integral over c x y square dx equal to -64. അപ്പോൾ ഇതുപോലെ ഇതേ സ്ട്രാറ്റജി എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി വൈയും ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസും കണ്ടുപിടിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, എക്സ് വൈ സ്ക്വയർ ഡി എക്സ് കാണുമ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. റൈറ്റ്. സോ ഇങ്ങനെയാണ് പാരാമെട്രിക് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻസോ ഒക്കെ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള കർവിൻ്റെ പുറത്ത് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യാം. നമുക്കിനി എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള കേസും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ. സോ let's see denote the line segment. Y equal to 2x plus 1. -1 less than or equal to x less than or equal to 0, and let g of xy equal to 3x square plus 6y square. Evaluate integral over c g of xy dx, integral over c g of xy dy, integral over c g of xy ds. ഓക്കെ. സോ ഇതും നമ്മൾ നേരത്തെ ചെയ്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ഡയറക്റ്റ് എംപ്ലോയ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഒരെണ്ണം ഇപ്പോൾ സോൾവ് ചെയ്യാം, ബാക്കി നിങ്ങൾ ചെയ്തോ. ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഓക്കെ. ഡി എസ് വരുന്നൊരു കേസ് സോൾവ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും സിമ്പിളാണല്ലോ. ഇതും സിമ്പിൾ തന്നെയാണ്, അല്ല എന്നല്ല. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഡി എസിന് ആദ്യം നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്താണെന്ന് നോക്കാം. ഡി എസിനെ റീപ്ലേസ് ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് 1 + f' ഓഫ് എക്സ് ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട് കൊണ്ടാണ് റീപ്ലേസ് ചെയ്തിരുന്നത്. ഇവിടെ എന്താ എഫ് ഓഫ് എക്സ്? വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നായിരുന്നു നമ്മുടെ കർവിൻ്റെ ഇക്വേഷൻ. ഇവിടെ അപ്പോൾ വൈ ഈക്വൽ ടു 2x + 1 ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1, and for that reason f' of x equal to 2. f' of x is 2. അങ്ങനെയാണെങ്കിൽ dx has to be replaced with 1 + 2 square which is 4. So with √5, dx ഇവിടെ ഉണ്ടായിരുന്നല്ലോ, √5 dx. So ds has to be replaced with √5 dx. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് വൈ ഡി എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എങ്ങനെയായിരുന്നു? ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 + f' ഓഫ് എക്സ് ഡി എക്സ്, 1 + f' of x സ്ക്വയർ ഡി എക്സ് അല്ലേ, ഫ്രം എ ടു ബി. ഇവിടെ എയും ബി എന്താ? ലിമിറ്റ് ഓഫ് എക്സ് ആണ്. സോ -1 to 0 ആണ് മൂവ് ചെയ്യുന്നത്. So this is equal to, in our case we have -1 to 0. g of x f of x എന്താ? g of xy എന്താ? 3x square plus 6y square. അവിടെ x അതുപോലെ തന്നെ നിർത്തിയിട്ട് y ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. സോ വിച്ച് വിൽ ബി 3x squared plus 6 into y ക്ക് പകരം എന്ത് കൊടുക്കുന്നു? 2x plus 1 whole squared. dx has to be or ds has to be replaced with root of 1 + f' so which is already valued as √5 dx, right? So we can take that √5 outside, which will be √5 into, and then our back in 3x square plus 6 into 2x plus 1 whole square.
3x square plus 6 into 2x plus 1 whole square has to be expanded using the identity for a plus b whole square. So which will be 4x square plus 4x plus 1 dx is left there from minus 1 to 0. It's equal to root 5 into minus 1 to 0. 3x square plus we'll be having a 6 into 4x square, which will be 24x square, plus 3x square will be 27x square, plus 6 into 4x will be 24x, plus 6 into 1 will be 6 dx. Now we know how to evaluate this integral. It's equal to root 5 into we can integrate term by term, term wise. So this will be 27x cube by 3 plus 24x square by 2 plus 6x from minus 1 to 0. From minus 1 to 0. വേണമെങ്കിൽ ഇതിന് എന്ത് ചെയ്യാം? ഈ കേസിൽ കാര്യങ്ങളൊന്നുകൂടെ സിമ്പിളാണ്. സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആദ്യം സിംപ്ലിഫൈ ചെയ്തിട്ട് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. സോ മൈനസ് 5 ഇൻറ്റു 27 ബൈ 3 ഈസ് 9, സോ 9x ക്യൂബ് പ്ലസ് 24 ബൈ 2 ഈസ് 12, 12x സ്ക്വയർ പ്ലസ് 6x ഫ്രം minus 1 to 0. Now apply the limits. So it will be root 5 into minus 1 to 0. Right? So if you apply 0, every term contains x, so the whole term will be 0 minus, substitute minus 1. Substituting minus 1 will give 9 into minus 1 cube will be minus 9 plus 12 into minus 1 square. Minus 1 square is 1, so 12 into 1 is 12 plus 6 into minus 1 is minus 6. Right, so this will be root 5 into, this negative has to be multiplied inside, so it will be 9 minus 12 plus 6, which is equal to 3 root 5, which is 3 root 5. So this is how we evaluate the line integral if the curve is given with an explicit or the curve is defined with an explicit function. Okay, so ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ് ഈ പ്രശ്നമൊന്നുമില്ല, നേരെ വൈനെ റീപ്ലേസ് ചെയ്ത് എഫ് ഓഫ് എക്സ് എഴുതിയിട്ട് അങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡി വൈ ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് കൊണ്ട് ഡി വൈനെ റീപ്ലേസ് ചെയ്ത് എഴുതണം. And now we have seen how to integrate with respect to the arc length parameter too. Arc length 2. Right. So ഈ ക്വസ്റ്റ്യനിൽ രണ്ടെണ്ണം നമ്മൾ ചെയ്യാൻ വിട്ടിട്ടുണ്ട്, അതുപോലെ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും രണ്ടെണ്ണം ചെയ്യാൻ വിട്ടിട്ടുണ്ട്. You have to work them out. Let's add one more thing. നമുക്കൊരു ഒരൊറ്റ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലായ്പ്പോഴും രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ തീർക്കും. ഒരു എക്സാമ്പിൾ പറയാം. എല്ലായ്പ്പോഴും ഈ കർവ് ഇങ്ങനെ ഒരു പാരാമെട്രിക് ഇക്വേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലിസിറ്റ് ഇക്വേഷനോ ഒരു ഫംഗ്ഷനായിട്ടോ തന്നോണമെന്നില്ല. ചിലപ്പം കർവിൻ്റെ ഒരു സ്കെച്ച് ആയിരിക്കും തരിക, നമുക്ക് വളരെ പെട്ടെന്ന് ഡിസിഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കെച്ച് ആയിരിക്കും തരിക. ഇനി അതിൽ തന്നെ ക്ലോസ്ഡ് കർവ്സ് ഉണ്ടാവാം, പീസ് വൈസ് സ്മൂത്ത് ആയിട്ടുള്ള കർവ്സ് ഒക്കെ ഉണ്ടാവാം. ഒരൊറ്റൊരു കേസ് ശ്രദ്ധിക്കുക. Suppose a curve is given like this. As a square. So this point is minus 1, minus 1. This is 1, minus 1. Here we have 1, 1, minus 1, 1. Now we get an idea about the shape of the curve. കർവിൻ്റെ ഒരു ഡയറക്ഷൻ പറയുന്നത് നമ്മൾ കർവിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനൊക്കെ തുടക്കത്തിൽ ഡിഫൈൻ ചെയ്തിരുന്നല്ലോ. സോ ദ കർവ് മൂവ്സ് ലൈക്ക് ദിസ്. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കൂട്ടാം. ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും കണക്കാണ്. സോ നമുക്കൊരു പോയിന്റ് ചൂസ് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിരുന്ന പോലെ നമുക്ക് പരിഗണിക്കാം. ഓക്കെ, ഇവിടെ ഈ കർവിൻ്റെ പുറത്തിപ്പോൾ ഒരു ഫംഗ്ഷൻ ജി എന്ന് പറയുന്ന ഏതോ ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഈ കർവിനെ ഓരോ ഭാഗത്തുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ കർവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പീസ് വൈസ് കർവിൻ്റെ യൂണിയൻ ആയിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഐ കോൾ ദിസ് പോർഷൻ ടു ബി C1, ദിസ് പോർഷൻ ടു ബി C2, ദിസ് പോർഷൻ ടു ബി C3, ദിസ് പോർഷൻ ടു ബി C4. ഇനി എങ്ങനെ അതിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം?
നമുക്ക് ഇക്വേഷൻ വേണമല്ലോ, ഏതൊരു പാരാമെട്രിക് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ വേണം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ വേണം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. സോ ഈ C1 എങ്ങനെയാണ് ഒന്ന് എക്സ്പ്രസ് ചെയ്യുക അനലിറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പാരാമെട്രിക് ഫോമിലോ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചോ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക C1? C1 സത്യത്തിൽ എന്താ? ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ, റൈറ്റ്? ലൈൻ ഫ്രം -1 to 1, -1 -1 to 1 -1. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇവിടെ y വാല്യൂ സെയിം ആണ്, y മാറുന്നില്ല, y കോൺസ്റ്റൻ്റ് ആണ്. y എന്താ? y ഈസ് ഓൾവേസ് -1. x ആണ് മാറുന്നത്. ആ മാറുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാ? -1 to 1 ആണ് മാറുന്നത്. സോ C1 നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? x equal to t, y equal to -1, and t varies from -1 to 1. X is equal to t, y is equal to 1. So this gives a parametric representation or a parametric expression for the curve C1. അതുപോലെ C2 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കൂ. C2 എങ്ങനെ ഡിഫൈൻ ചെയ്യുക? C2 എന്താ സംഭവിക്കുന്നത്? ഇവിടെ x വാല്യൂ സെയിം ആണ്, എന്താ? 1 ആണ്. y വാല്യൂ ചേഞ്ചസ് ഫ്രം -1 to +1. So this gives the definition: x equal to 1, y equal to t, t varies between -1 to 1. Similarly, what about C3? C3 ലും y value same ആണ്, which is 1, and x changes, y equal to 1. The value of t changes from -1 to 1. Similarly, C4 ൽ എന്ത് സംഭവിക്കുന്നു? y value സെയിം ആണ്, സോറി, എക്സ് വാല്യൂ സെയിം ആണ്, y വാല്യൂ മാറുന്നു. എക്സിൻ്റെ വാല്യൂ എന്താ? x equal to -1, y equal to t, and t varies from -1 to 1. റൈറ്റ്. സോ ഇപ്പോൾ നമുക്ക് 4 കർവുകളുടെ പാരാമെട്രിക് റിപ്രസെൻറ്റേഷൻ കിട്ടി. ഓരോ ഇൻഡിവിജ്വൽ കർവിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ g(x, y) എന്നുള്ള ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വി നോ ഹൗ ടു ഡു ദാറ്റ്. ആ 4 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, അതിന് 4നെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ മൊത്തം കർവിന്, ഈ കർവിനെ മൊത്തത്തിൽ ഞാൻ C എന്ന് വിളിക്കുകയാണെങ്കിൽ, ആ മൊത്തം C എന്ന് പറയുന്ന കർവിൻ്റെ പുറത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത വാല്യൂ കിട്ടും. സോ ഡു വൺ തിങ്, കൺസിഡർ ദിസ് കർവ്. ആ കർവ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ആ കർവിൻ്റെ പുറത്ത് എന്ത് ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ദ ഫംഗ്ഷൻ g(xy) equal to x² y³ dx, x² y³ dx minus xy² dy. Okay. സോ എന്ത് ചെയ്യാം? ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. വളരെ ഒരു സിമ്പിൾ കേസാണ്. വേണമെങ്കിൽ ഒറ്റ സെഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. സോ C1ൻ്റെ പുറത്ത് എന്താ വരിക നോക്കാം. സോ ഇൻറ്റഗ്രൽ ഓവർ C1 x² y³ dx minus xy² dy is equal to integral from -1 to 1. ഇവിടെ പാരാമീറ്ററിൻ്റെ ലിമിറ്റ് -1 to 1 ആണല്ലോ. എക്സിന് പകരം എന്ത് ചെയ്യണം? C1 അല്ലേ? C1ൽ എക്സ് എന്താ? t ആണ്. t ഇൻറ്റു t² അല്ലേ ഇവിടെ? x² അല്ലേ? y³ ആണ്. y എന്താ? -1 ആണ്. സോ -1³ എന്താ? ഇറ്റ്സ് -1 itself. സോ -t² മൈനസ് xy². എക്സ് എന്താ? t ആണ്. y² എന്താ? -1² വിച്ച് ഈസ് 1. അത് എഴുതേണ്ട ആവശ്യമില്ല. ഇൻറ്റു dy. ഇവിടെയാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എടുക്കുന്നത്. dy. ഇവിടെ y എന്താ തന്നിട്ടുള്ളത്? -1 ആണ്. മീൻസ് y ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ dy എന്തായിരിക്കും? dy ഈസ് ഫണ്ടമെൻ്റലി ദ ചേഞ്ച് ഇൻ y. റൈറ്റ്. ഇഫ് y ഈസ് എ കോൺസ്റ്റൻറ്റ് ദെൻ dy എന്താ? dy ഈസ് 0. സോ t ഇൻറ്റു 0. ഇവിടെ എന്തായിപ്പോയി? 0 ആയിപ്പോയി. റൈറ്റ്. പിന്നെ ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? dx അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ dxന് പകരം എന്ത് എഴുതേണ്ടി വരും? dt എഴുതേണ്ടി വരും. എന്താ? dx വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് f' ഓഫ് t ഇൻറ്റു dt. ഇവിടെ f' ഓഫ് t എന്താ? 1 ആണ് ഇൻറ്റു dt. റൈറ്റ്. സോ ഇവിടെ എന്ത് കിട്ടി നമുക്ക് ലാസ്റ്റ്? -1 to 1 minus t². സോ മൈനസ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. മൈനസ് t² dt. വളരെ സിമ്പിളായിപ്പോയി. റൈറ്റ്. ഇതുപോലെ C2 എന്ത് സംഭവിക്കും? എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ dx വിൽ ബി 0. ഇവിടെ dy മാറി എന്ത് വരും? dt വരും. സിമിലർലി C3യുടെ അകത്തും y കോൺസ്റ്റൻ്റ് ആണ്. സോ dy വിൽ ബി 0. C4നകത്ത് x കോൺസ്റ്റൻ്റ് ആണ്. സോ dx വിൽ ബി 0.
റൈറ്റ്. അങ്ങനെ ഈ 4 കേസിലും ഇത് സിമ്പിൾ ടേംസിലേക്ക് ചുരുങ്ങും. ആൻഡ് യു ക്യാൻ സിംപ്ലി ഇവാലുവേറ്റ് ദോസ് ഇൻറ്റഗ്രൽസ് ആൻഡ് ആഡ് ദം അപ്പ്. ആ 4 ഇൻറ്റഗ്രലും എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫൈനൽ വാല്യൂ, ദ റിക്വയർഡ് വാല്യൂ ഓഫ് ഇൻറ്റഗ്രൽ ഓഫ് g of xy ഓൺ ദ കർവ് C. റൈറ്റ്, അതൊന്ന് ചെയ്ത് നോക്കുക.